അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരീക്ഷാ കാലഘട്ടം നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് പരീക്ഷ എന്ന് പറയുന്നത്. അത് മുൻകാലങ്ങളിൽ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയുമാണ്. വലിയ മാനസിക സമ്മർദ്ദവും വലിയ സ്ട്രെസ്സും വലിയ പ്രയാസവും വലിയ മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് ഈ പരീക്ഷാ കാലഘട്ടം. പല വിദ്യാർത്ഥികളിലും ഉറക്ക് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിലെ കുട്ടികളുമായി സംസാരിക്കാറുണ്ട്. പലപ്പോഴും കുട്ടികൾ നേരിടുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് പരീക്ഷാകാലം വരെ പല പുസ്തകങ്ങളിൽ കൃത്യമായി ഫോളോ അപ്പ് നടത്താതിരിക്കുകയും പരീക്ഷയുടെ തൊട്ടുതലേന്ന് എല്ലാം കൂടെ എടുത്തു വെച്ച് എങ്ങനെ പഠിക്കണമെന്ന കാര്യത്തിൽ ഒരു ആശങ്കയും ഒരു ആത്മവിശ്വാസ കുറവൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാറുള്ളത്. എന്നാൽ അടുക്കും ചിട്ടയോടെ പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്കിതൊരു റുട്ടീൻ പ്രാക്ടീസ് മാത്രമായി മാറുകയാണ് ചെയ്യാറുള്ളത്. ശരിക്കും പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ പരീക്ഷ വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് ഒന്ന് ആത്മവിചിന്തനം അല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു പ്രോസസ്സാണ് എക്സാം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നേരിടണം എന്ന കാര്യത്തിൽ പലപ്പോഴും അവ്യക്തതകൾ ഉണ്ടാവാറുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ആ കൺഫ്യൂഷൻ ദൂരീകരിച്ച് പഠിക്കാനുള്ള ചെറിയ 3 ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായി നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ തന്നെ പോവുക. എന്നാൽ തിരെ പുസ്തകം തുറന്നു നോക്കാതെ പരീക്ഷയുടെ തലേന്ന് പുസ്തകം ഹറിബറിയാക്കി മറിച്ച് നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. കാരണം അവരുടെ ഒരു മാനസിക സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് പാഠഭാഗങ്ങൾ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമുക്ക് ആകെ കുറഞ്ഞ സമയമുള്ളത്. ഈ സമയത്ത് എങ്ങനെ നമുക്ക് പഠനം ക്രമീകരിക്കാമെന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്കൊരു ടൈം ടേബിൾ കിട്ടും. പരീക്ഷയുടെ മുൻപ് കിട്ടുന്ന ടൈം ടേബിൾ നമ്മളെടുത്ത് അതൊന്ന് ക്രമീകരിച്ച് ഓരോ ദിവസത്തെയും വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിൽ എത്ര പാഠം പഠിക്കണമെന്ന് നമ്മൾ എഴുതി വെക്കുക. തുടർന്ന് നമുക്ക് ആകെ കുറഞ്ഞ സമയം ഉണ്ടാവും നമ്മുടെ കയ്യിൽ. 7 പാഠം മുതൽ 14 പാഠം വരെയൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം വിഷയങ്ങൾ എടുത്തിട്ട് എളുപ്പമുള്ള പാഠങ്ങൾ നമ്മൾ ആദ്യം കവർ ചെയ്ത് തീർക്കുക. എളുപ്പമുള്ള പാഠങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നേ ഇല്ല. എളുപ്പമുള്ള പാഠങ്ങൾ നിങ്ങൾ തറവായിട്ട് പഠിക്കുക. അതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങളതിനെ മാറ്റിയെടുക്കുക. ശേഷം കടുപ്പമുള്ള പാഠങ്ങൾ, ടഫായിട്ടുള്ള പാഠങ്ങൾ നമ്മൾ ആദ്യം വായിക്കുക. ആ പാഠങ്ങൾ വായിക്കുക. ഒരു 7 പാഠം നമുക്ക് ടഫായിട്ടുണ്ടെങ്കിൽ ആ പാഠങ്ങൾ നമ്മൾ ഒരു റഫായിട്ട് 7 പാഠങ്ങൾ ആദ്യം വായിക്കുക. പാഠഭാഗങ്ങൾ വേഗത്തിൽ നമ്മൾ വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ ഹെഡിങ്ങുകൾ ഉണ്ടാകും, അതേപോലെ ബോൾഡ് ചെയ്തിട്ടുള്ള വാചകങ്ങൾ ഉണ്ടാകും. പലപ്പോഴും ചെറിയ പുസ്തകങ്ങളാണെങ്കിൽ അതിൽ ചിത്രങ്ങളും ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ശേഷം ഈ ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ ബോൾഡ് ചെയ്തിട്ടുള്ള വാചകങ്ങൾ, ചിത്രങ്ങളൊക്കെ അതിൽ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ തരും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ പാഠഭാഗങ്ങൾ A to Z വായിച്ച് നോക്കുക. ശേഷം അതിൽ തന്നെ ഹെഡിങ്ങുകൾ, അതേപോലെ ബോൾഡ് ചെയ്തിട്ടുള്ള വാചകങ്ങൾ, അപ്പോസ്ട്രോഫിയിലിട്ട വാചകങ്ങൾ ഉണ്ടാവും, കോമയുള്ള വാചകങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നോക്കി വെക്കുക. ചിത്രങ്ങളുള്ളതാണെങ്കിൽ ആ ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിനെ പരുവപ്പെടുത്തുകയാണ്. എന്തോ ഒരു കാര്യം പ്രോസസ്സിങ് നടക്കാനുണ്ട് എന്ന് നമ്മുടെ തലച്ചോറിനെ പരുവപ്പെടുത്തും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താൽ, ആദ്യ ഘട്ടത്തിൽ ചെയ്താൽ, രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഒരു പേനയോ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്ററോ പോലത്തെ എന്തെങ്കിലും ഒന്ന് നമ്മളെ കയ്യിൽ വെക്കുക, പെൻസിലോ എന്തെങ്കിലും ഒന്ന്. എന്നിട്ട് രണ്ടാമതൊന്നും കൂടെ നമ്മൾ ആ പാഠഭാഗങ്ങൾ വായിച്ച് നോക്കുക. പക്ഷേ നേരത്തെ നമ്മൾ തറവായിട്ട് സ്പീഡിൽ വായിച്ചു പോയതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് പതുക്കെ ഓരോ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പതുക്കെ വായിച്ച് നോക്കുക. മെല്ലെ വായിച്ചാൽ മതി. എന്നിട്ടോ ഓരോ പാഠത്തിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടാവും. ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഒരു പാഠത്തിൽ 6 or 7 പ്രധാനപ്പെട്ട പോയിന്റ് ചുരുങ്ങിയതുണ്ടാവും. ആ പോയിന്റുകൾ നമ്മൾ അടിവരയിടുക അല്ലെങ്കിൽ ഹൈലൈറ്റർ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. എന്ന് മാത്രമല്ല, നമ്മളത് നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ചെറിയൊരു ബുക്ക് നമ്മളെ കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എഴുതി കൊടുക്കുക. എന്ന് മാത്രമല്ല, നമ്മൾ ഇത്തരം പ്രധാനപ്പെട്ട വാക്കുകൾ ഉണ്ടാവും. ഒരു പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാചകങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബോർഡറിൻ്റെ പുറത്ത് കുറേ സ്പേസുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പാഠഭാഗത്ത് തന്നെ സ്പേസുകൾ ഉണ്ടാവും. അവിടെ ഒക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്രാവശ്യം ഇത് വായിച്ചു കഴിഞ്ഞ് പിന്നീട് നമ്മൾ വീണ്ടും അത് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകൾ മാത്രം പരിശോധിച്ചാൽ മതി. പരീക്ഷ എളുപ്പമായിട്ട് മാറും. മറ്റത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, അണ്ടർലൈൻ ചെയ്തിട്ടില്ല, നോട്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ലെങ്കിൽ നമ്മൾ വീണ്ടും എത്ര പ്രാവശ്യം വായിച്ചാലും അതിലെ പോയിന്റുകൾ എന്താണ് പഠിക്കേണ്ടതെന്ന കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ പുസ്തകം വായിച്ചാൽ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ചാമ്പ്യനെ പോലെ പ്രവർത്തിക്കുക. നമുക്ക് വേണ്ട ഒരു ചാമ്പ്യൻ ആവണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചാമ്പ്യൻ ആവുക? നമ്മൾ 2 പ്രാവശ്യം വായിച്ചു, മൂന്നാമതൊന്നും കൂടെ നമ്മൾ വായിക്കുക. എന്നാൽ വായിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് വായിക്കുക. എന്നിട്ട് നമ്മൾ പുസ്തകം പൂട്ടി വെക്കുക. സ്വാഭാവികമായും നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഒരു പാഠത്തിൽ നമ്മൾ 6 പോയിന്റോ അല്ലെങ്കിൽ 5 പോയിന്റോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ 5 പോയിന്റുകൾ നമ്മൾ പരമാവധി നമ്മൾ സ്വയം പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ പാരൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ അതിലുള്ള ചോദ്യോത്തരങ്ങൾ ഉണ്ടാവും, അതിന് ഉത്തരം പറയാൻ നമ്മൾ സ്വയം ശ്രദ്ധിക്കുക. ഇനി അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആ 6 പോയിന്റുകൾ നിങ്ങൾ ഒരു നോട്ട്ബുക്കിലേക്ക് കാണാതെ പകർത്തി എഴുതാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് കുറച്ചും കൂടെ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് കിട്ടും. ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്ന് വെക്കുക,
നമുക്കതിൽ ചോദ്യങ്ങൾ നോക്കി ഉത്തരം കിട്ടുന്നില്ല എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് നോക്കുക. അങ്ങനെ വായിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജ്? നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഒരു ഇവാലുവേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുമെന്ത്, എന്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യം നമുക്ക് കിട്ടും. അങ്ങനെയാകുമ്പോൾ പരീക്ഷയെ നമുക്ക് എളുപ്പത്തിൽ നേരിടാൻ കഴിയും. അപ്പോൾ ഇതൊരു ടിപ്പ് മാത്രമാണ്. കാരണം തലേന്ന് ഇരുന്ന് ഹറിബറിയായി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആളുകൾക്ക് കുറച്ച് എളുപ്പത്തിൽ പാഠഭാഗങ്ങൾ വായിച്ച് എടുക്കാനുള്ള ഒരു ടിപ്പ് മാത്രമാണിത്. നിങ്ങൾ യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പരമാവധി ഇത് കേൾക്കാൻ ശ്രമിക്കുക. ശേഷം ഒരു പ്രാവശ്യം സ്പീഡി റീഡിംഗ് നടത്തുക. ശേഷം പതുക്കെ വായിച്ച് നോക്കുക. ആ വായിക്കുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ അടിവരയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒന്നും കൂടെ വായിച്ചതിന് ശേഷം നമ്മൾ അതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാനോ അല്ലെങ്കിൽ എഴുതാനോ അല്ലെങ്കിൽ അതിലുള്ള ചോദ്യോത്തരങ്ങൾക്ക് ഉത്തരം എഴുതാനോ ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകൾ പരമാവധി ശ്രദ്ധിച്ച് ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ പരീക്ഷയ്ക്ക് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. പരീക്ഷയെ എപ്പോഴും ഒരു നമ്മുടെ അതുവരെ നമ്മൾ പഠിച്ച ഒരു കാര്യം അളക്കാനുള്ള ഒരു മാധ്യമമായി, ഒരു അളവ് പോലും മാത്രമായി നമ്മൾ കാണുക. ഭയത്തോടെ ഭീതിയോടെ പരീക്ഷയെ സമീപിക്കാതിരിക്കുക.